ഹലോ. അപ്പം ഇന്നിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേനി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എന്നാൽ എൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ് ആഗസ്റ്റ് 15-ന്, എന്നാൽ എനിക്കൊരു ഗിഫ്റ്റ് സെറ്റാക്കി തരുമോ ചോദിച്ചു. അപ്പം നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ഐവറി ഷീറ്റ് എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. ഇതേപോലെ ഒരു പീസായിരുന്നു കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ മോം എന്ന് എഴുതി കൊടുക്കാം. നമുക്കൊന്ന് എഴുതി കൊടുത്ത് വന്നാലോ. അപ്പോൾ ഇതാ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു കോഡ് എഴുതി കൊടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അറ്റ ഭാഗത്ത് നമുക്കൊരു ഹാർട്ട് ഷേപ്പും കൂടെ വരച്ചിട്ട് തരാം. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല ബ്ലൈങ്കായി തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കേക്കും കൂടെ അവിടെ അങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ എല്ലാതും ഊരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളൊന്ന് തുടച്ചു കൊടുത്തിട്ട് വേണം ഇതിനുള്ളിൽ സാധനം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളും പുറത്ത് നന്നായിട്ട് തന്നെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ എഴുതി വെച്ച ഇത് വെച്ച് നോക്കാം. അപ്പം ഇതായിരുന്നു ഫൈനൽ ലുക്ക് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് വേറൊരു കാർഡാണ് ചെയ്യേണ്ടത്. നമുക്കൊരു കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐവറി ഷീറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഐവറി ഷീറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര അളവ് നമ്മൾ ആ ഒരു കാർഡിന് കൊടുക്കുന്നോ ആ ഒരളവിൽ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ശരിയായി വെട്ടിയപ്പോഴേ ഭയങ്കര ബോറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്ത്. ഷേപ്പ് കത്രികയുള്ളവർക്ക് അങ്ങനെ ഒരു കട്ട് ചെയ്തെടുത്ത് കേട്ടോ. എൻ്റെത് അത്ര വലിയ ഷേപ്പായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിൽ ഒരു കലണ്ടർ തീം വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് വരയ്ക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ പോരെ. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് തന്നെ കാണാം. അത് ഇതിന് ഫിനിഷാക്കി നിൽക്കുക. സംഭവം സിമ്പിളാണ് ചെയ്യാൻ. ഇതേപോലെ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെതായ ഒരു ആഗസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെഡ്നെസ്ഡേ തീയതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ 31 വരെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സാധനം കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഒരു പേപ്പറിൽ നമുക്കൊരു ഹാർട്ടിനെ വരച്ചെടുക്കണം. ഇതേപോലെ ഒരു കുഞ്ഞ് ഹാർട്ട് ഷേപ്പ് ചെയ്തെടുക്കണ്ടേ. നമുക്ക് ഒരു കലണ്ടർ എടുത്തിട്ട് തരാം. അപ്പോഴേ ഈ കലണ്ടർക്ക് ഇതിങ്ങനെ മെല്ലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം ഈ ഒരു കാർഡ് റെഡി. അപ്പോൾ ഇനി നമുക്ക് അടുത്തെന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണം. നമുക്കതൊന്ന് ആലോചിച്ച് നോക്കാം. 5-10 മിനിറ്റ് ഇരിക്കും. പിന്നെ ഇത് ഞാൻ നേരത്തെ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇതും ഞാൻ കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുക്കാം.